ഹായ് വെൽക്കം ടു ധന്യാസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഷീൻ അവർ റേറ്റ് ആണ്. ഓക്കെ, എന്താണ് ഈ മെഷീൻ അവർ റേറ്റ്? മെഷീൻ അവർ റേറ്റ് ഈസ് ദി കോസ്റ്റ് ഇൻഗേർഡ് ഫോർ റണ്ണിങ് എ മെഷീൻ ഫോർ 1 hour. ഒരു അവർ ഒരു മെഷീന് വർക്ക് ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് വരും എന്നാണ് മെഷീൻ അവർ റേറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മെഷീൻ 1 hour വർക്ക് ചെയ്യാനായിട്ട് ആ മെഷീന് വരുന്ന കോസ്റ്റ് എത്ര, അതാണ് മെഷീൻ അവർ റേറ്റ്. അതിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 ടൈപ്പ് ഓഫ് ചാർജസ് വരും. ഒന്ന് ഫിക്സഡ് ആയിട്ട് വരുന്ന ചാർജസും ഒന്ന് വേരിയബിൾ ആയിട്ട് വരുന്ന ചാർജസും. ഈ ഫിക്സഡ് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? പ്രൊഡക്ഷനായിട്ട് ഒരു ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഡക്ഷൻ. അതായത് അങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പ്രൊഡക്ഷൻ നടന്നാലും നടന്നില്ലെങ്കിലും ഇത്ര രൂപ ഫിക്സഡ് ആയിട്ട് വരും. അതിന് മെയിനായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റെൻറ്റ്. ഒരു ഫാക്ടറിക്ക് ഒരു റെൻറ്റ് എങ്ങനെയാണ്? അത് അവിടെ പ്രൊഡക്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ മന്ത്ലി ഇത്ര റെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ആനുവലി ഇത്ര റെൻറ്റ് കൊടുത്തിരിക്കണം. അത് മെയിനായിട്ട് എക്സാമ്പിൾ വരിക റെൻറ്റ്. ഇനി അതല്ല വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് മെഷീനൊക്കെ നമ്മൾ ഇൻഷുറൻസ് എടുക്കും. അപ്പോൾ ആ ഇതും നമ്മൾ പ്രൊഡക്ഷൻ നടന്നാലും നടന്നില്ലെങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം. അതാണ് ഫിക്സഡ് ചാർജസ് എന്ന് പറഞ്ഞാൽ ചാർജസ് വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഡക്ഷൻ. ഇനി വേരിയബിൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്രൊഡക്ഷൻ നടന്നാലാണ് നമുക്ക് വേരിയബിൾ എക്സ്പെൻസസ് വരുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിപ്പയർ. ഇപ്പോൾ ഒരു മെഷീനിന് എപ്പോഴാണ് ഒരു റിപ്പയർ ചാർജസ് വരിക? മെഷീന് നാശമാകുമ്പോഴാണ്. അതായത് നാശമാകാമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, പ്രൊഡക്ഷൻ നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും റിപ്പയർ ചാർജസ് വരുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റിപ്പയർ ചാർജസ് വരാം. അപ്പോൾ ദോസ് എക്സ്പെൻസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഡക്ഷൻ, അതാണ് വേരിയബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 എക്സ്പെൻസ് വെച്ചിട്ടാണ് നമ്മൾ മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതാണ് ഡിപ്രീസിയേഷൻ. നമ്മൾ മറ്റേ എന്താ പറയുക +1 +2 ലെവലിലേ പഠിക്കുന്നതാണ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുല കോസ്റ്റ് ഓഫ് ദ മെഷീനറി പ്ലസ് എന്തെങ്കിലും അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും ആ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ചിലവായിട്ടുണ്ടെങ്കിൽ അത് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടിയും മനസ്സിലാവും. അതായത് ഡിപ്രീസിയേഷൻ ഇത്രയേ ഉള്ളൂ, കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. അതിൽ ഇൻസ്റ്റലേഷൻ ചാർജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഓക്കെ, ഇനി പിന്നെ ഒരു കാര്യം, ഈ മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു അവറിൽ ആ മെഷീന് വരുന്ന എക്സ്പെൻസ് കോസ്റ്റ് എത്ര എന്നുള്ളതാണ് ഒരു മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു അവർ എന്ന് പറയുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര അവറാണ് ആ ടോട്ടലായിട്ട് ആ മെഷീൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയും. അവിടെ ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചിലപ്പോൾ നമുക്ക് ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് കുറച്ച് ഒരു എമൗണ്ട് തരും. പിന്നെ ചിലപ്പോൾ നമുക്ക് അത് സെറ്റ് ചെയ്യാനായിട്ട് ഇത്ര ടൈം വന്നു എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് അത് തരും. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ വർക്കിംഗ് അവേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും ടോട്ടൽ പ്രൊഡക്റ്റീവായിട്ട് എത്ര ടൈം ആ മെഷീൻ യൂസ് ചെയ്തു. ഈ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് സെറ്റിംഗ് അപ്പ് ടൈം തന്നിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് അവേഴ്സിൽ നിന്ന് അത് മൈനസ് ചെയ്തിട്ട് വേണം. ഈ വാല്യൂമലാണ് നമ്മളത് മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മളത് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇത് 2 ഈ മെഷീൻ അവർ റേറ്റിൽ എന്തെങ്കിലും നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ ഇത് 2 ഉള്ളൂ. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്, നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് കമ്പ്യൂട്ട് മെഷീൻ അവർ റേറ്റ് ഫോർ ദ ഫോളോയിങ് ഡേറ്റ. അപ്പോൾ ഒരു മെഷീൻ അവർ റേറ്റ്, അതായത് മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഇൻഗേർഡ് ഫോർ റണ്ണിങ് എ മെഷീൻ ഫോർ 1 hour. ഒരു അവറിൽ മെഷീന് വരുന്ന കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ് മെഷീൻ അവർ റേറ്റ്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് കോസ്റ്റ് ഓഫ് മെഷീൻ 2 lakh, installation charges 20,000 rupees, estimated scrap value 10,000, അത് 15 yearsന്. ഈ 3 ഇൻഫർമേഷൻ എന്തിനുള്ളതാണെന്ന് മനസ്സിലായോ? കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജസ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. ഈ 3 കാര്യം നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ അവർ തന്നിട്ടുണ്ട് റെൻറ്റ് ആൻഡ് റേറ്റ്സ്. അപ്പോൾ ഇത് ഏത് ചാർജസിൽ വരും? റെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ വന്നാലും വന്നില്ലെങ്കിലും നമ്മളിത് കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്കിത് അറിയാം, ഇത് ഫിക്സഡ് ചാർജസ് ആണ്. ഇത് ഫിക്സഡ് ചാർജസിൽ വരും. ഓക്കെ,
പിന്നെ ലൈറ്റിംഗ് ചാർജസ് പെർ മന്ത്, ഓരോ മാസം വരുന്ന ലൈറ്റിംഗ് ചാർജസ്, ഇതും പ്രൊഡക്ഷൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്കിത് ഫിക്സഡ് ആയിട്ട് വരുന്ന ചാർജാണ്. അപ്പോൾ അത് ലൈറ്റിംഗ് ചാർജസും ഫിക്സഡ് ചാർജസിൽ വരും. ഇൻഷുറൻസ് പെർ ആനം, ഓരോ കൊല്ലത്തിൽ വരുന്ന ഇൻഷുറൻസ്, അപ്പോൾ അതും ഫിക്സഡ് ആണ്, പ്രൊഡക്ഷനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളിത് പേ ചെയ്യണം. റിപ്പയർ ചാർജസ് പെർ ആനം, റിപ്പയർ എപ്പോഴാണ് വരാം, എന്തെങ്കിലും അത് മെഷീൻ വർക്ക് ചെയ്യുമ്പോഴാണ് റിപ്പയർ വരാം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി, വേരിയബിൾ എക്സ്പെൻസ്. സൂപ്പർവൈസേഴ്സ് സാലറി, സൂപ്പർവൈസർ ചെയ്യുന്ന സാലറി, സൂപ്പർവൈസർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ കൊടുക്കുന്നതാണ്, അത് ഫിക്സഡ് ആണ്. പവർ കൺസപ്ഷൻ, അപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജസ് ആണ്. ഇലക്ട്രിസിറ്റി നമുക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്, മെഷീൻ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി വരാം. അപ്പോൾ നമുക്ക് മനസ്സിലായി വേരിയബിൾ ആണെന്നുള്ളത്. പിന്നെ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ്, അപ്പോൾ ഞാൻ വർക്കിംഗ് അവേഴ്സ് തന്നാലാണല്ലോ നമുക്ക് ഒരു അവറിൽ എത്രയാണ് വരിക എന്നുള്ളത് കാണാൻ പറ്റുള്ളൂ. അത് 2200 ഒരു ഇയറിൽ, പെർ ആനം എന്ന് പറഞ്ഞാൽ ഒരു ഇയറിൽ 2200. അപ്പോൾ അതിൽ തന്നെ കണ്ടോ, ഇൻക്ലൂഡ് സെറ്റിംഗ് അപ്പ് ടൈം, ഇത് സെറ്റ് ചെയ്യാനായിട്ട് എടുത്ത ടൈമാണ് 200. അപ്പോൾ ഈ 2200 200 മൈനസ് ചെയ്യേണ്ടി വരും. പിന്നെ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെഷീൻ ഒക്യുപ്പൈസ് 1/4 ഓഫ് ദ സ്പേസ് ഇൻ ദ വർക്ക്ഷോപ്പ്. അപ്പോൾ 1/4 ഓഫ് ദ സ്പേസ് ആണ് ഈ വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായോ? ഈ റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ 1/4 ആണ് മെഷീന് വരുന്നുള്ളൂ. അതുപോലെ ലൈറ്റിംഗ് ചാർജസ് വരുമ്പോൾ എങ്ങനെയാണ്, അതിൻ്റെയും നമുക്ക് 1/4 എടുത്താൽ മതിയാവും. അതായത് ഈ മെഷീന് വേണ്ടിയിട്ട് 1/4 സ്പേസ് ആണ് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ സൂപ്പർവൈസർ ഡിവോട്ട്സ് 1/5 ഓഫ് ഹിസ് ടൈം. സൂപ്പർവൈസർ 1/5 ടൈമാണ് അയാൾ അയാൾ ഈ മെഷീന് വേണ്ടിയിട്ട് അയാൾ ഡിവോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതായത് ഈ സാലറിയുടെ 1/5 പോർഷൻ നമുക്ക് നമ്മുടെ മെഷീന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 പോയിന്റുകളുള്ളത്. ഓക്കെ, നമുക്കിനി മെഷീൻ അവർ റേറ്റ് പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഇങ്ങനെയാണ് ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് വരിക. ആദ്യം തന്നെ സ്റ്റാൻഡിങ് ചാർജസ് അല്ലെങ്കിൽ ഫിക്സഡ് ചാർജസ് എഴുതണം. പിന്നെ എഴുതേണ്ടത് മെഷീൻ അല്ലെങ്കിൽ വേരിയബിൾ എക്സ്പെൻസസ് എഴുതണം. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് നോക്കാം. കണ്ടോ, ആദ്യം തന്നെ എന്താ പറഞ്ഞത്, കണ്ടോ, കോസ്റ്റ് ഓഫ് ദ മെഷീനറി, ഇൻസ്റ്റലേഷൻ ചാർജസ്, എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ, അതുപോലെ തന്നെ അതിൻ്റെ ഇയേഴ്സും. അപ്പം ഞാൻ പറഞ്ഞു അത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിപ്രീസിയേഷൻ ഈക്വൽ ടു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 lakh പ്ലസ് എസ്റ്റിമേറ്റഡ് പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജസ്. അപ്പോൾ എത്രയാണ്, 20,000 rupees മൈനസ് സ്ക്രാപ്പ് വാല്യൂ 10,000. ഇത് ഫോർമുലയാണ് കേട്ടോ, മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കി നോക്കാം. അപ്പോൾ എങ്ങനെയാണ്, 2,20,000 മൈനസ് 10,000 ഡിവൈഡഡ് ബൈ 15. അപ്പോൾ എത്ര കിട്ടി നമുക്ക്, 14,000 rupees എന്ത് കിട്ടിയത്, നമുക്ക് ഡിപ്രീസിയേഷൻ, ഒരു കൊല്ലത്തെ ഡിപ്രീസിയേഷൻ കിട്ടിയത്. ഇനി ഡിവൈഡഡ് ബൈ എത്ര ആണ് വർക്കിംഗ് ടൈം ഇവിടെ വന്നിരിക്കുന്നത്, എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ് വന്നിരിക്കുന്നത് 2 lakh ആണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ് 2000, ഒരു ഇയർത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്, 2200 മൈനസ് സെറ്റിംഗ് അപ്പ് ടൈം വന്നു അല്ലേ. അപ്പോൾ നമുക്ക് എത്രയാണ് ശരിക്കുള്ള പ്രൊഡക്റ്റീവ് അവേഴ്സ് എത്രയാണ് വന്നിരിക്കുന്നത്, പ്രൊഡക്റ്റീവായിട്ട് ഈ മെഷീൻ യൂസ് ചെയ്തിരിക്കുന്നത് എത്രയാണ്, 2000 അവേഴ്സാണ് പെർ ആനം. അതായത് ഒരു ഇയറിൽ ഒരു ഇയറിലേക്ക് 2000 അവറാണ് നമ്മളിത് ഈ മെഷീൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ 2000 അവേഴ്സ് കിട്ടിയല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഡിപ്രീസിയേഷൻ, ഒരു മെഷീൻ്റെ ഡിപ്രീസിയേഷൻ നമുക്ക് 14,000 ആണ് കിട്ടിയിരിക്കുന്നത് ഒരു ഇയറിലേക്ക്, ഡിവൈഡഡ് ബൈ 2000. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് നോക്കാം. 14,000 ഡിവൈഡഡ് ബൈ 2000, 7 rupees. അപ്പോൾ ഒരു അവറിലേക്ക് എത്രയാണ് നമുക്കിവിടെ എഴുതാം, ഡിപ്രീസിയേഷൻ എത്രയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, 7 rupees ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെർ അവറിൽ എന്ത് എഴുതും, 7 rupees എഴുതും ഡിപ്രീസിയേഷൻ. ഇനി അടുത്തത് എന്താണ്, റെൻറ്റ് ആൻഡ് റേറ്റ്സ് പെർ മന്ത്.
ഒരു മന്തിലേക്കുള്ള റെൻ്റ് ആൻഡ് റേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് പ്രൊഡക്റ്റീവ് അവേഴ്സ് എന്താ തന്നിരിക്കുന്നത്, ഒരു ഇയറിലേക്കുള്ള പ്രൊഡക്റ്റീവ് അവേഴ്സ് ആണ് തന്നിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ റെൻ്റ് ആൻഡ് റേറ്റ്സ് എപ്പോഴും ഫിക്സഡ് ചാർജസ് ആണ്. അപ്പോൾ ഫിക്സഡ് ചാർജസിൻ്റെ താഴെ എഴുതാം നമുക്ക് റെൻറ്റ് ആൻഡ് റേറ്റ്സ് എത്രയാണ്, 2000 പെർ മന്ത് ആണ്. അപ്പോൾ അതിനെ നമുക്ക് പെർ ഇയറിലേക്ക് ആക്കണം അല്ലേ, മൾട്ടിപ്ലൈഡ് ബൈ 12. ഓക്കെ, അപ്പോൾ എത്ര രൂപയായി, 24,000 റുപ്പീസ്. ഇനി ഈ 24,000 റുപ്പീസിൽ ശ്രദ്ധിക്കേണ്ടത് ഈ റെൻറ്റും റേറ്റ്സിനും ഈ മെഷീന് വരുന്നത് 1/4 സ്പേസ് ആണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലൈഡ് ബൈ 1/4 ഈക്വൽ ടു എത്ര വന്നു, 6,000 റുപ്പീസാണ് 1 ഇയറിലേക്ക് ഈ മെഷീന് വന്ന റെൻ്റ് ആൻഡ് റേറ്റ്സ്. എന്തിനാണ് നമ്മൾ ഇയറിൽ എഴുതേണ്ട ആവശ്യം, ഇവിടെ പ്രൊഡക്റ്റീവ് അവേഴ്സ് ഒരു ഇയറിലത്തെ പ്രൊഡക്റ്റീവ് അവേഴ്സാണ് തന്നിരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് നമ്മളിവിടെ ഇയറിൻ്റെ കാണുന്നത് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, ലൈറ്റിംഗ് ചാർജസ് പെർ മന്ത്. സെയിം വേ ലൈറ്റിംഗ് ചാർജസ് എന്ന് പറയുമ്പോൾ ഈ മെഷീൻ 1/4 പോർഷനാണ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആണ്. നമ്മൾ യൂസ് ചെയ്താലും പ്രൊഡക്ഷൻ നടന്നാലും നടന്നില്ലെങ്കിലും നമുക്ക് അവിടേക്കുള്ള ലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ 600, ഇവിടെ 600 ആണല്ലോ, 600 മൾട്ടിപ്ലൈഡ് ബൈ 12. ഇവിടെ പെർ മന്ത് ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് മൾട്ടിപ്ലൈഡ് ബൈ 12. അപ്പോൾ എത്ര കിട്ടി, 7,200 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എത്രയാണ്, 7,200 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് 1,800 റുപ്പീസ് കിട്ടി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഇൻഷുറൻസ് പെർ ആനം. ഒരു കൊല്ലത്തേക്കുള്ള ഇൻഷുറൻസ് അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം അല്ലേ, ഇൻഷുറൻസ് എപ്പോഴും ഫിക്സഡ് ആണ്. അപ്പോൾ ഇൻഷുറൻസ് എത്രയാണ്, 960 നമുക്ക് ഡയറക്റ്റ്ലി എഴുതാം. ഇനി റിപ്പയർ ചാർജസ് പെർ ആനം. റിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേരിയബിൾ എക്സ്പെൻസ് ആണ്. അപ്പോൾ നമുക്ക് വേരിയബിൾ അല്ലെങ്കിൽ മെഷീൻ എക്സ്പെൻസിൻ്റെ താഴെ എഴുതാം റിപ്പയർ ചാർജസ്. വേരിയബിൾ എക്സ്പെൻസ് എപ്പോഴും നമ്മൾ ഡയറക്റ്റ്ലി പെർ അവറിലേക്ക് എഴുതും. ഓക്കെ, അപ്പോൾ 2000 ആണ് തന്നിരിക്കുന്നത് ഒരു പെർ ആനത്തിലേക്ക്. അത് ഡിവൈഡഡ് ബൈ 2000 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഈ 2000 പ്രൊഡക്റ്റീവ് അവേഴ്സ്, 2000 ബൈ 2001. ഓക്കെ, ഇനി സൂപ്പർവൈസേഴ്സ് സാലറി പെർ മന്ത്. സൂപ്പർവൈസറുടെ സാലറി ഒരു മന്തിലേക്കുള്ള സൂപ്പർവൈസറുടെ സാലറി. അപ്പോൾ സാലറി എന്ന് പറയുമ്പോൾ അത് ഇതാണ് ഫിക്സഡ് ആണ്. അപ്പോൾ സൂപ്പർവൈസേഴ്സ് സാലറി എത്രയാണ് വരുന്നത്, 3,000 മൾട്ടിപ്ലൈഡ് ബൈ 12 multiplied by 1/5 of his time. He devotes 1/5 of his time multiplied by 1/5. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം, 3,000 multiplied by 12 divided by 5. അപ്പോൾ ഇവിടെ എത്ര കിട്ടി, 7,200. ഈ എഴുത്തിലേക്കുള്ളത് കിട്ടി. ഇനി അടുത്തത് പവർ കൺസപ്ഷൻ, ലൈറ്റിംഗ്, അതായത് ഇലക്ട്രിസിറ്റി ചാർജസ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജസ്. ഇനി ഇലക്ട്രിസിറ്റി ചാർജസ് എത്രയാണ് വരുന്നത്, ഇവിടെ ഇനി അത് വർക്കിംഗ് നോട്ടിൽ നമുക്ക് എഴുതാം. ഇലക്ട്രിസിറ്റി ചാർജസ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 10 യൂണിറ്റ് ആണ് ഒരു അവറിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു അവറിലെ റേറ്റ് ആണല്ലോ കിട്ടേണ്ടത്. അതിന് എത്രയാണ് റേറ്റ് വരുന്നത്, 100 യൂണിറ്റിന് 150 റുപ്പീസ്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്രയാണ്, 150 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഒരു യൂണിറ്റിന് 1.5 റുപ്പീസാണ്. ഇവിടെ ഒരു അവറിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എത്രയാണ്, 10 യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 10 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്, 10 മൾട്ടിപ്ലൈഡ് ബൈ 1.5 ഈക്വൽ ടു 15 റുപ്പീസാണ് ഒരു അവറിന് വരുന്ന ഇലക്ട്രിസിറ്റി ചാർജ്. ഇത് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം.
ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്ര രൂപയാണ് നമുക്ക് കിട്ടുന്നത്? 1.5 റുപ്പീസാണ് വരുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നത്? 100 യൂണിറ്റിന് 150 റുപ്പീസ്. അപ്പോൾ ഒരു യൂണിറ്റിന് 1.5 റുപ്പീസ്. ഒരു അവറിൽ യൂസ് ചെയ്യുന്നത് 10 യൂണിറ്റാണ്. അപ്പോൾ അതിൻ്റെ 10 യൂണിറ്റിൻ്റെ വാല്യൂ 10 മൾട്ടിപ്ലൈഡ് ബൈ ഒരു യൂണിറ്റ് 10 ഇൻറ്റു 1.5 15 റുപ്പീസാണ് ഇലക്ട്രിസിറ്റി ചാർജസ്. അപ്പോൾ നമ്മൾ എത്ര എഴുതി? ഇവിടെ എത്ര എഴുതാം? 15 റുപ്പീസ് പവറായിട്ട് വരാം. ഇനി അടുത്ത പോയിന്റ്, എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ്. അത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് ഇവിടെ സോൾവ് ചെയ്തു. മെഷീൻ ഓക്യുപ്പൈസ് ഇതിലൊന്നും കോസ്റ്റ് അല്ല. അപ്പോൾ നമുക്കിനി ഇത് എത്രയാണ് മെഷീൻ അവർ റേറ്റ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫിക്സഡ് ചാർജസ് നമ്മൾ എല്ലാതും കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. 7200 പ്ലസ് 960 പ്ലസ് 1800 പ്ലസ് 6000. അപ്പോൾ എത്ര കിട്ടി? 15,960 ആണ് എന്താ പറയുന്നത് ഒരു ഇയർലിക്ക് വരുന്ന ഫിക്സഡ് എക്സ്പെൻസ്. അത് പെർ അവർ എന്ന് പറഞ്ഞാൽ എന്താ? 15,960 ഡിവൈഡഡ് ബൈ 2000 ഡിവൈഡഡ് ബൈ 2000 എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റീവ് അവേഴ്സ് കേട്ടോ. അപ്പോൾ ആൻസർ കിട്ടുന്നത് നമുക്ക് 15,960 ഡിവൈഡഡ് ബൈ 2000 7.98. അപ്പോൾ ഫിക്സഡ് ചാർജ് വരുന്നത് 7.98. ഇനി നമുക്ക് ഇതെല്ലാതും കൂടി ആഡ് ചെയ്യാം. 7.98 പ്ലസ് 7 പ്ലസ് 1 പ്ലസ് 15. അപ്പോൾ എത്രയാണ് വരുന്നത്? മെഷീൻ അവർ റേറ്റ് 30.98. ഇതിൻ്റെ നേർക്ക് നമുക്ക് എഴുതാം മെഷീൻ അവർ റേറ്റ്. ഓക്കെ, സിമ്പിളല്ലേ ഈ മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.